ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. എന്താണ് പരിപാടി? കുക്കിംഗ് അടിപൊളിയാണ്. സംഭവം അടിപൊളിയാണ്. അത് പെട്ടെന്ന് പ്ലാൻ മാറ്റി ബിരിയാണി ആക്കി. വിട് മീമയ്ക്ക് രണ്ട് വിട് കൊത്ത ആലോചിക്കാൻ ഇത്ര എന്താ എന്നെ നോക്കണ്ടേ പോയി എടുത്തോണ്ടാടാ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. എന്താണ് പരിപാടി? കുക്കിംഗ് അടിപൊളിയാണ്. സംഭവം അടിപൊളിയാണ്. സംഭവം അപ്പൊ നമ്മളിന്നലെ നമ്മുടെ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്ന കാണിച്ചാലോ ഇവിടെ. ഇത് നമ്മൾ കോളിഫ്ലവർ മേടിച്ചു. പിന്നെ റൈസ് റെഡിയാവുന്നുണ്ട്. റൈസ് റെഡിയായി. റൈസ് പിന്നെ നമ്മുടെ ജീന പരിപ്പ് കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. പിന്നെ ഇവിടെ തണുപ്പ് എഫക്ട് ചെയ്യാത്ത ഒരു കുട്ടി ഇതേ നമ്മളെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. ആ ഫുൾ ഓണാണ്. കൺട്രോൾ ചെയ്യാൻ തീരെ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഞങ്ങള് നമ്മുടെ ഒരു നൈറ്റ് നമ്മളെങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാന്ന് വെച്ചു. എല്ലാരും വന്ന് കിടന്നിട്ട് നമ്മള് കഴിഞ്ഞ വീഡിയോയില് ജസ്റ്റ് വന്നിട്ട് കിടന്നുറങ്ങി. ഒരു 1 hour നമ്മൾ റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഓണായി. എല്ലാവരും ഓണായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ ആണെങ്കിൽ എല്ലാ കുക്ക്വേഴ്സും ഉണ്ട്. നമുക്ക് ഒറ്റ ദിവസത്തേക്ക് 2 BHK ആണ് കിട്ടിയത്. 2 BHKയിൽ കിച്ചൺ ഫെസിലിറ്റീസ് ഉണ്ട്. 3 BHKയിൽ ഇല്ലാന്ന് പറഞ്ഞു. അവര് അറിയില്ല. അപ്പോൾ നമ്മൾ കിച്ചൺ ഇൻക്ലൂഡിങ് കിച്ചണാണ് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഊട്ടിയിൽ വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഊട്ടിയിൽ സത്യം പറയാൻ നല്ല പ്ലേറ്റാണ്. എവിടെ തൊട്ടാലും ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് തോന്നുന്ന വില പറയും നമ്മളോട്. ഫുഡിനാണെങ്കിലും എന്ത് മേടിച്ചാലോ അയ്യോ ഇനി നമ്മൾ കണ്ടിട്ട് പറ്റിക്കാണോന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം മറ്റേ ഇവിടെ ഒന്ന് ലാഭിക്കാന്ന് വെച്ചിട്ട് നമ്മൾ തന്നെ കുക്ക് ചെയ്യാന്ന് വെച്ചു. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സിമ്പിൾ അല്ലേ. നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് മാഗി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡിന്നർ പക്ഷെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വട്ടവട ട്രിപ്പിന്റെ അത്ര തണുപ്പ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇവൾക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാ പോയി കുളിച്ചിട്ട് വരാം. അയ്യോ വേണ്ട. ഇവള് ഗ്ലൗസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവള് ഗ്ലൗസ് അഴിച്ചു മാറ്റിക്കളെ. അടിച്ചു മാറ്റുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലേ. അടിച്ചു മാറ്റി ഇവിടെ 2 പേരുണ്ട്. ഹൈ ഇതാണ് മറ്റേ ബുക്ക് കൊണ്ട് തന്നെ പേടിക്കുക എന്നുള്ളത്. പാവച്ചക്ക് ഇങ്ങോട്ട് കാണിക്കുന്നില്ല. ആ പിന്നെ അയ്യോ ഞാൻ വ്ലോഗ് എടുത്ത് പോയപ്പോ കരിഞ്ഞു പോയി. അല്ലെങ്കിൽ കാര്യം ചെയ്താലും ജീന ഇപ്പൊ തോന്നിയ ഐഡിയ വലിയൊരു ബിരിയാണി പോലെ ആക്കിയിട്ട് മിക്സ് ചെയ്താലോ. ദാൽ കടുകയിൽ ഓഹോ ഇത് ശരിക്കും ഏത് ടൈപ്പ് അരിയെന്ന് അറിയില്ല. കൊറേ ഓടി വണ്ടി ഇവിടെ ഒന്നും ഒരു ഹൈപ്പർ മാർക്കറ്റ് പോലും കാണുന്നുണ്ടായില്ല. എവിടെ എനിക്ക് തോന്നുന്നു
ഇതൊന്ന് ഇത് ഓഫ് ചെയ്യട്ടെ. ആ ഒരു ചൂട് വെന്തോളൂ. കാരണം ഇത് ഉള്ള തണ്ണി തീരെ പറ്റിയത്. ഞാൻ ഊട്ടി വരാൻ പോകുമ്പോ ഞങ്ങളൊരു ഊട്ടീനെ കുറിച്ചുള്ള വീഡിയോസ് ഒന്ന് റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ പേര് പറഞ്ഞത് ഊട്ടിയില് മെയിനായിട്ട് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഫുഡിനായിരിക്കുന്നത് എന്ന് മനസ്സിലായില്ല. അത് ഇനി പൈസ കൂടുതലുള്ളതല്ല. അതിനേക്കാളും വെറുപ്പിക്കൽ എന്താന്ന് വെച്ചാല് ഫുഡിന് വേണ്ടിട്ട് വെയിറ്റിങ്. അയ്യോ, കാരണം ഓർഡർ എടുക്കാൻ പോലും ആരും വരുന്നില്ല അല്ലേ? ഉച്ചക്കൊക്കെ ചോറ് ആക്കിയിട്ട് വരുമ്പോ പോവാന് പെട്ടെന്ന് തോന്നിയ കാര്യമാണ്. ഊട്ടി എങ്ങനെ? സൂപ്പർ. പിന്നെ ഊട്ടി എങ്ങനെ ഉണ്ട്? തണുപ്പുണ്ടോ? എങ്ങനെ തണുക്കുന്ന എങ്ങനെ? അവക്ക് ആഗ്രഹമുള്ളൊരു വാശി അവക്ക് ഡ്രൈവ് ചെയ്യണം. ഡ്രൈവ് ചെയ്യാൻ വേണ്ട വയസ്സ് ഒരു വയസ്സ്. ജീന പോയാണ് മെയിൻ റിംഗ് ടു. പക്ഷെ എന്നെ കാണാതായാലും ചോദിക്കുകയും ചെയ്യും എന്താ പറയാ. ചായ വേണം ചേച്ചിക്ക്? ഞാൻ പോട്ടെന്നാ ജീന ഫോണ്ട് പോട്ടെ. പോകണുക ജീന പോകണുക പോട്ടെന്നാ. ഞാൻ ഫോണ്ടില് മുമ്പിൽ പിടിച്ചു ക്യാമറ. ഞാൻ ഫോണ്ടി പോട്ടെ. അത് സത്യം നാൻ പോവും. നിങ്ങളിത് കാണണം. ഡ്രൈവിംഗ് ചെയ്യോ നമുക്ക് കാറ്? എങ്ങനെ ഡ്രൈവ് ചെയ്ത് എങ്ങനെ? അങ്ങനെ മറച്ചാൽ മതി. കാർ ഓടിക്കോളൂ. എന്ത് വിശ്വാസത്തിലാണ് ഇതിനെ പോലെയുള്ള ഒരു കുരിപ്പിന്റെ പിറകെ നമ്മൾ ഇരിക്കുന്നത്? വേറെ ലൈസൻസ് കിട്ടുന്നത് എത്ര വയസ്സിന് പോലെ? എത്ര വയസ്സിലാണ് ലൈസൻസ് കിട്ടുന്നത്? ലൈസൻസ് കിട്ടുന്നത് എത്രാമത്തെ വയസ്സ്? അവളെ ഇതിലൊരു വയസ്സിന് ലൈസൻസ്. അവളുടെ റൂളില് അവൾക്ക് ഒരു വയസ്സായിട്ടുള്ളൂ. മോൾക്ക് ഇഷ്ടമുള്ള ഉമ്മയോ വയ്യോ? ഉമ്മക്ക് വേണ്ട. ആരും എനിക്കിഷ്ടം വേണ്ട. ജീനോത്തോളം വേണോ? ഇതിലിന്റെ പാപ്പായോ എവിടൊക്കെ പോയി? തക്കാളി എങ്ങനെയുണ്ട് ജീന? പക്ഷെ പ്ലസ് എന്താണെന്നറിയോ, നമുക്ക് നമ്മുടെ നാട്ടില് ഫ്രഷ് ഫിഷ് ഒക്കെ കിട്ടും എപ്പോഴും. പക്ഷെ എന്നും വെജിറ്റബിൾസ് ഫ്രഷ്. ഇത്ര തക്കാളി ബിരിയാണി ഇതെല്ലാം പെട്ടെന്ന് ആയിക്കോളാം. എന്ത് കുറ്റം ആയാകുമെന്ന് എന്തായി വരുമെന്ന്. അത് പെട്ടെന്ന് പ്ലാൻ മാറ്റി ബിരിയാണി ആക്കി. അത് ഓക്കെ. അപ്പോൾ നമുക്കൊരു ചായ കുടിക്കാൻ വെച്ചു. ചായ കുടിച്ചാലോ ജീന? കാർ പാർക്കിംഗ് 50 റുപ്യ. അതെന്നാ വേണ്ട? മറ്റേ വേണ്ടില്ല. മറ്റേ എമൗണ്ട് അവിടെ തന്നെ ഉണ്ട്. അതിലൊരു റമ്മിന് തണുത്ത വെള്ളം കണ്ടോ? കുടിക്കണോ കുടിക്കണോ? എല്ലാവർക്കും മാത്രം പശുക്കും വേണ്ടിയോ? Welcome to my channel.
കട്ടൻ കാപ്പി ഇല്ല, കാപ്പിപ്പൊടി വേണ്ടി കട്ടൻ കാപ്പി ഈ ഒരു വൈബ് ഒരുപാടായിരിക്കും. പണിയെടുത്താലും കൂടിയില്ല, നാക്ക് തണുപ്പ് ബാലൻസ് ആക്കണം. അല്ലെങ്കിൽ തണുപ്പേ ഇല്ല സംഭവം. വട്ടവട എന്നാന്നറിയാം, ക്യാബിനുണ്ട് പിന്നെ ടിക്കറ്റിലുണ്ട്. ക്യാബിൻ എന്ന് വെച്ചാൽ തന്നെ നല്ലോണം ഇഷ്ടപ്പെടും. റോഷിക്കലും ഭയങ്കര ഫോട്ടോഗ്രാഫി പറ്റിയ ഏരിയയിലും നമ്മള് ഡേ 1 കഴിഞ്ഞ ഫോട്ടോ മാക്സിമം എടുത്തില്ല കണ്ടേയില്ല. അവിടെ മാത്രം വട്ടവടയാ വട്ടവടെ പോയിരുന്നു. പക്ഷെ അയ്യൊരു ഏരിയ മറ്റേ ഇപ്പൊ മറ്റേ ഷൂട്ടിന് വേണ്ടി തേങ്ങ ബ്ലോഗേഴ്സ് ഓല മറ്റേ കരിക്ക് വരെ അവിടെ സ്ട്രോബെറി കൃഷിയൊക്കെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടാക്കുന്നതാണ്. ബൊട്ടാണിക്കൽ കടകൊണ്ടാണ്. അപ്പൊ എനിക്ക് വേണ്ടിയേ കാണും. അപ്പൊ നല്ല ഫ്ലവേഴ്സ് എല്ലാം സെർച്ച് ചെയ്യണം. സ്റ്റാൻഡ് എടുത്തേര്. ഇനി വാ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലുഡോ കളിക്കോ? അയ്യോ നമുക്ക് നാളെ ഇതെല്ലാം പാക്ക് ചെയ്യേണ്ടത്. നാളെ ഇപ്പൊ പാക്ക് ചെയ്ത് ഞാനില്ല വീട്ടിൽ. റോഷനും എതിലിനെങ്ങ ഇവിടെ ബെഞ്ച് എടുത്ത് ഇവിടെ കിട്ടാൻ പറ്റില്ല. അവിടെ ഇത് സോഫ കൊണ്ടാണ് ജീനേത് ചികപ്പൂർ ഇറക്കി കിട്ടാ ആദ്യമേ ഇവിടെ എല്ലാവർക്കും ഒന്നിനെ ചേച്ചി അവനെ
പിന്നെ എന്നെ എല്ലാരും തൊട്ട് പിന്നെ എല്ലാരും പോയി എടുത്തോണ്ടാടാ ഇവിടെ അയ്യോ ഒന്ന് കിട്ടണ്ടേ ഒന്ന് അറിയില്ല. രാമിമോനത് മറ്റേ മഞ്ഞയാണ്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തോ മക്കളെ രാമിനെ അതെല്ലാം വെറുതെ ഷോ ആ ജീനിയാവത്തെ പ്രശ്നം. ഇരുമ്പി വരവേടാ അവിടെ നിന്നോ അവിടെ അയ്യോ നാങ് എവിടെ നിങ്ങൾ ഇവിടെ ഉണ്ട് 3 എണ്ണം. ഒന്ന് ഇവിടെ എവിടെയൊന്നും സേഫില്ല. ആരെന്നെ സേഫ് ആക്കിയത്? ഇപ്പൊ സേഫ് ഇല്ലല്ലോ. ഇപ്പൊ കൊത്താ ആരടാ വളരെ ജീനിയൊക്കെ ഒന്ന് കിട്ടായിപ്പോട്ട് നാക്കൊന്ന് കിട്ടും. റമീൻ ലാഗേക്ക് ലേഗാക്കി രണ്ടും ഭാഗത്തെ ജീവിതത്തോളം ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് കാത്ത വയ്ക്കുന്നത് പിന്നെ സേഫ് ആക്കണോ ഒന്ന് പുറത്താക്കണോ? ഒന്ന് പുറത്താക്കുന്നത് നിങ്ങളുടെ പുറത്താക്കുന്നതാണ് നല്ലത്. ഒന്ന് കണ്ടി ഇപ്പൊ ബാക്കിലെ വിട് 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 ബാക്കിലെ കുളിക്കും. അതൊക്കെ ഇപ്പൊ ബാക്കിലെ പോയെ നാക്ക് പേടിയുണ്ട്. വേറെ തൊട്ടാകയാ ആ കൊത്തിക്കോ. രണ്ട് കുത്തു 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 എന്നാലും അവിടെ വേണ്ടായിരുന്നു. ഫ്ലാഷാ അയ്യോ അതിലെ ഇത് ഓ സീൻ അത്ര വേണ്ട. എന്താ ഒരു കാലത്ത് സുഖിച്ചതല്ലേ അങ്ങനത്തെ വിട് മീമയ്ക്ക് 2 വിട് 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 കൊത്തു 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 കൊത്ത ആലോചിക്കാൻ ഇത്ര എന്താ ബിരിയാണി ഓഫ് ആക്കി ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് വാവ്. വിട് 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 തന്നെ കളിച്ചില്ലേ വിട് 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 പാട്ട് വെക്കട്ടെ. ആ ജീനി കൊത്തിക്കോ. ഉറപ്പായിട്ട് കുത്തുമല്ലോ. കൊത്തിക്കോ. നിങ്ങൾ കളി എന്തിനു 4 എവിടെയും കൊത്താൻ കഴിയാ. അത് കൊത്തില്ല. ആ പച്ചക്കാരന് 3 വീളരുതേ. 3 2 പിടിച്ചോ. ആ ശരി. കളി പറഞ്ഞു എങ്ങനെ ഇറക്കിയതാ ഞാൻ മക്കളെ. കളി പറഞ്ഞു കൊടുക്കരുത്. കാരണം എല്ലാരും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആണ്. പറഞ്ഞു കൊടുക്കുന്നു. സോറി നൻപ. കളി കളി திரும்பி வந்துட்டேன்னு சொல்லு. ஓகே டன். ഇങ്ങനെല്ലാം ഒരു മനുഷ്യന് കൂടാൻ പാടുണ്ടാവും. നോക്കി 2 കിട്ടിപ്പോടും നോക്കി 2 കിട്ടിപ്പോടും ഷിറ്റ്. അങ്ങനെ എത്ര കിട്ടി ഇറങ്ങി ഇങ്ങനെ സേഫ്. ഇവിടെ ഒന്ന് വാക്കുണ്ട്. അത് ഉള്ളുള്ളി കളി. അപ്പൊ 2 കിട്ടിയുണ്ട്. ആ ഇപ്പൊ 6 കിട്ടിപ്പോയി. ഇനിയും ഉള്ളുള്ളി കളിച്ചോ ഇല്ല. രണ്ട് ഇത് ചോട്ട് ചെയ്യിപ്പാൻ ഇപ്പൊ കണ്ടേ.
ചോട്ടൂരെ കൊത്താൻ കാര്യമില്ല അതിന് രസന 2 അതുകൊണ്ടില്ല ആ സേഫ്. സേഫ് ആയിക്കൊണ്ട് കാര്യം കഴിഞ്ഞ് ആരും കൊത്താൻ വരാം. ആ കൊന്നു കിട്ടിയത് ജീന ഫോണിന്റെ മക്കൾ ഇത് 2 ഇപ്പൊ എന്നും പന്നി ജയിക്കട്ടെ. ജീന ജയിക്കാ ഒന്ന് ഏത് ജയിച്ചാൽ ലാസ്റ്റ് എന്നെ മണ്ണുണ്ടി ജയിച്ചിട്ടുള്ള ഒന്നുകൂടി കളിപ്പോ. നൗഷിക്ക് എങ്ങനെ ഇപ്പൊ റോഷി ലേശമില്ല നല്ലോണം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക. അതാണ് മോളെ ജീവിത അതില്ലേ എന്റെ ജാക്കറ്റ് മീമ തരിങ്ങാലും മീമ പിങ്ക് ഇട്ടു അരിയാണോ ചേച്ചി പറഞ്ഞു തണുപ്പ് താഴെ കിടന്ന് അവിടെ പോയി തുടങ്ങി മോനറിയാം ചോറിന് വെള്ളം പറ്റി തണുത്ത തണുത്താൽ പിന്നെ എന്താന്നില്ല ദുബൈക്ക് 6 മണിയാണ് മാമന് 6 മണിക്ക് ഇറങ്ങണം. 6:30 6 മണിക്ക് ഇറങ്ങും. എന്നിട്ട് ടിക്കറ്റ് എടുക്കണം. 3 ചായ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് കൈ എത്തിച്ചേരി ഇവിടെ 3 കൂസ് കളി വെച്ചിട്ടുണ്ട് ചായക്ക്. ഒന്നെടുത്തോ റെമിന് പിന്നെ നോക്കി എന്റെ ചായ ഒന്നെടുത്താൽ തണുപ്പ് കാശ്മീരൊക്കെ കൊണ്ടുപോകില്ല ഫസ്റ്റ് ടെസ്റ്റ് വിജയിച്ചു. കാശ്മീരിൽ പോയാൽ
ഇതിലേക്ക് വെച്ചോട്ടെ മറ്റോക്കും ചോറ് വെക്കാത്ത മക്കൾക്ക് ചായ തരായ ചോറ് വേണ്ടേ പൊരിച്ച അരി തിന്നാണെങ്കിൽ എന്താ കുഴപ്പമില്ല. ചായ ഉണ്ട് അതില്ല ഞങ്ങൾ 1.5 കപ്പ് റൈസ് ഇട്ടാണ് ഉണ്ടാക്കിയത്. അതിന്റെ ശരിയായില്ല വെന്തല ജീനാണ്ട് വെന്തല മുമ്പിൻ ജീനെ അങ്ങനെയുള്ളവ നഞ്ചിൽ അത് മതിയായി കുമ്പിട്ടെ വൈകിട്ട് ആയ നേരം ആയില്ല നമ്മ ഇങ്ങൾക്ക് ഭക്ഷിക്കണം തക്കത്തേനാ ആയല്ലേ നാളെ കൂടെ 1 കപ്പ് കൂടിയിട്ട് ജീനപ്പടയിൽ പഠിക്കണ പെരിക്കണിലോ തരിയിലോ ചൂട്ടും എന്നാലും 1 കപ്പ് കൂടിയിട്ട അവിടുത്തെ പെരുകാത്ത ഇല്ല ഓം വേഗാന്നല്ലേ പെരുകാത്ത പെരുകി എത്ര എല്ലാരും നാട്ടായിലൊക്കെ ഉമ്മാലൊക്കെ ആയുധത്തിലുള്ള മകളുണ്ടായിട്ട് അതെ വരുന്നേ സ്റ്റേ ബാക്ക് വാ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ശരിക്കും ഇങ്ങനെ ഒരു വീടൊക്കെ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. ഞങ്ങളിപ്പോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണ് ഒരു പാക്ക്. അത് ബാക്ക്ഗ്രൗണ്ടിൽ പോസ്റ്റ് ഫോട്ടോ ചെയ്തോണ്ടിരിക്കുക. നല്ല കാര്യം. എല്ലാരും ഒന്ന് നോക്കുന്ന വൈകിട്ടിന് അങ്ങനെ നമ്മുടെ ഡിന്നറ് നമ്മൾ തന്നെ ഉണ്ടാക്കി. കുറച്ചധികം പാളിപ്പോയി. നമ്മുടെ കിച്ചടി വ്ലോഗ് ഉണ്ടല്ലോ ഏകദേശം ആ പരുവത്തിലൊക്കെ ആയി. ആദ്യമേ തന്നെ അതിനെക്കാളും അതെ മാത്രല്ല ആദ്യമേ റോഷനും റഷീഖിനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത്. ആ ഒരു മൈൻഡ് സെറ്റ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കുഴപ്പമില്ല, അവര് കഴിച്ചു. പിന്നെ അടിപൊളി. ഞങ്ങൾ കാണുമ്പോ അപ്പൊ ചായ ഒക്കെ ആണെങ്കിൽ തിളപ്പിച്ച പാടെ അത് തണുത്തു പോകുന്നുണ്ട്. എന്തായാലും നല്ല പണിയായിട്ട്. വേറൊരു കാര്യം, ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോ ഒരു കെറ്റിലും ഒക്കെ കരുതുന്ന അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ ചായ കുടിക്കാറില്ല, പക്ഷെ ഇവരൊക്കെ ഫുൾ ടൈം നമ്മള് അപ്പൊ എന്തായാലും ഈ ഒരു കുക്കിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് വേറെ ലെവലൊരു വൈബായിരുന്നു. അപ്പൊ മൊത്തത്തിൽ അടിപൊളി. ഇനി ഇവിടെ നമ്മുടെ ഇവിടെ താഴെ തന്നെ വെജ് ഫാം ഒക്കെ ഉണ്ട്, ക്യാബേജ്. അപ്പൊ മൊത്തത്തില് അടിപൊളിയായിരുന്നു. എന്തായാലും സൈൻ ഓഫ് ചെയ്യട്ടെ. നിങ്ങളെ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് കമന്റ്സ് ലൈക്സ് ഒക്കെ വളരെ കുറവാണ് ഗൈസ്, പരിഗണിക്കും. അപ്പോ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.